അടുത്തിടെയായി അമേരിക്കയും ഇറാനും തമ്മിൽ കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധമുഖത്ത് പുതിയതും അത്യാധുനികവുമായ ആയുധങ്ങളാണ് പോരാട്ടത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത്. പാരമ്പര്യ യുദ്ധമുറകളെയും സാങ്കേതിക വിദ്യകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇരു കൂട്ടരും തങ്ങളുടെ പടക്കോപ്പുകൾ യുദ്ധകളത്തിൽ പരീക്ഷിക്കുമ്പോൾ ലോകത്തെ ആകമാനം ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ പുറത്തെടുത്ത ഒരു ആയുധമാണ് ഇപ്പോൾ ആഗോള രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയം. ഇറാന്റെ തദ്ദേശീയ സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ചെടുത്ത ഖൈബർ ഷക്കാൻ എന്ന മധ്യദൂര ബാലിസ്റ്റിക് മിസൈലാണ് അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും ഉറക്കം കെടുത്തിക്കൊണ്ട് യുദ്ധക്കളം ഭരിക്കുന്നത്. കേവലം ഒരു മിസൈൽ എന്നതിലുപരി ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തികച്ചും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള ഒരു അത്ഭുത ആയുധമായാണ് അന്താരാഷ്ട്ര സൈനിക വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. ഏകദേശം 1500 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ ഭീകര മിസൈലിന് ഗൾഫ് മേഖലയിലുടനീളമുള്ള എല്ലാ അമേരിക്കൻ സൈനിക താവളങ്ങളെയും നേരിട്ട് ആക്രമിക്കാൻ കഴിയും. അത് മാത്രമല്ല, മേഖലയിലെ അമേരിക്കയുടെ പ്രധാന സഖ്യകക്ഷിയായ ഇസ്രയേലിലെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങൾ പോലും ഈ മിസൈലിന്റെ കൃത്യമായ ആക്രമണ പരിധിയിലാണ് വരുന്നത് എന്നത് സ്ഥിതിഗതികളുടെ ഗുരുതരാവസ്ഥ വർദ്ധിപ്പിക്കുന്നുണ്ട്. അടുത്തിടെ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഖൈബർ ഷക്കാൻ മിസൈലുകളിൽ ഇറാൻ വലിയ രീതിയിലുള്ള സാങ്കേതിക മാറ്റങ്ങളും പരിഷ്കരണങ്ങളും വരുത്തിയിട്ടുണ്ട്. മുൻപത്തേക്കാൾ കൂടുതൽ അപകടകാരിയും സ്മാർട്ടുമായി മാറിയ ഈ പുതിയ പതിപ്പുകൾ ശത്രുവിന്റെ പ്രതിരോധ വ്യൂഹങ്ങളെ അതിനിസ്സാരമായി വെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്ത് പതിക്കാൻ പ്രാപ്തമാണ്. ഈ മിസൈലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അതിന്റെ അവിശ്വസനീയമായ വേഗത തന്നെയാണ്. ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചെത്തുന്ന അവസാന ഘട്ടത്തിൽ ശബ്ദത്തേക്കാൾ 8 ഇരട്ടി വേഗതയിലാണ് ഖൈബർ ഷക്കാൻ സഞ്ചരിക്കുന്നത്. അതായത് അൾട്രാ ഹൈപ്പർസോണിക് വേഗതയിൽ കുതിച്ചു പാഞ്ഞു വരുന്ന ഈ മിസൈലിനെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനും ശത്രുവിന്റെ റഡാറുകൾക്ക് ലഭിക്കുന്നത് ഏതാനും നിമിഷങ്ങൾ മാത്രമാണ്. എന്നാൽ വേഗത മാത്രമല്ല ഇതിനെ കൂടുതൽ അപകടകാരിയാക്കുന്നത്, മറിച്ച് ഇതിന്റെ വാർഹെഡിൽ ഘടിപ്പിച്ചിരിക്കുന്ന പ്രത്യേക തരം മാറ്റാൻ കഴിയുന്ന ചിറകുകളാണ്. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾ ഒരു നിശ്ചിത പാതയിലൂടെ മാത്രം സഞ്ചരിക്കുമ്പോൾ ഖൈബർ ഷക്കാന് സഞ്ചാരത്തിനിടയിൽ സ്വന്തം പാത പെട്ടെന്ന് മാറ്റിമറിക്കാൻ സാധിക്കും. ഈ അപ്രതീക്ഷിത ദിശാമാറ്റം അമേരിക്കയുടെ ഏറ്റവും അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ ടാഡ്, പേട്രിയറ്റ് എന്നിവയെ തികച്ചും അപ്രാപ്തമാക്കുന്നു. പാത പ്രവചിക്കാൻ കഴിയാത്തതിനാൽ അത്തരം കോടികൾ വിലമതിക്കുന്ന അമേരിക്കൻ ആന്റി മിസൈൽ ബാറ്ററികൾക്ക് ഖൈബർ ഷക്കാനെ അന്തരീക്ഷത്തിൽ വെച്ച് തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ല. സാങ്കേതിക തികവിനോടൊപ്പം തന്നെ ഈ മിസൈലിന്റെ നിർമ്മാണ ചെലവും അമേരിക്കയെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. വൻതുക ചെലവിട്ട് നിർമ്മിക്കുന്ന അമേരിക്കൻ പ്രതിരോധ മിസൈലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേവലം $1 മില്യൺ മാത്രമാണ് ഒരു ഖൈബർ ഷക്കാൻ മിസൈൽ നിർമ്മിക്കാൻ ഇറാന് ചെലവാകുന്നത്. വില കുറഞ്ഞതും എന്നാൽ അതിമാരകവുമായ ഈ മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ഇതിനകം തന്നെ മേഖലയിലുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ കനത്ത പ്രത്യാക്രമണമാണ് അഴിച്ചുവിട്ടത്. ജോർദാൻ, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, ഇറാഖ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്കും ആസ്തികൾക്കും നേരെ ഇറാൻ ഈ മിസൈൽ വിജയകരമായി പ്രയോഗിച്ചു കഴിഞ്ഞു. അമേരിക്കൻ ഐക്യനാടുകൾ തങ്ങളുടെ പ്രതിരോധ ശേഷിയിൽ അഭിമാനം കൊള്ളുന്ന ഒന്നായിരുന്നു ഗൾഫ് മേഖലയിൽ സ്ഥാപിച്ചിരുന്ന വ്യോമ പ്രതിരോധ ശൃംഖല. എന്നാൽ ഈ സംരക്ഷണം കേവലം ഒരു കടലാസ് കോട്ട മാത്രമാണെന്ന് ഖൈബർ ഷക്കാന്റെ വരവോടെ തെളിഞ്ഞിരിക്കുകയാണ്. കുവൈറ്റിലെയും ബഹ്റൈനിലെയും പ്രധാന കേന്ദ്രങ്ങളിൽ പതിച്ച ഈ മിസൈലുകൾ വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറാൻ നടത്തുന്ന ഈ കടന്നാക്രമണം ഗൾഫ് മേഖലയിലെ ആഗോള സാമ്പത്തിക സൈനിക സന്തുലിതാവസ്ഥയെ തന്നെ തകിടം മറിച്ചിരിക്കുകയാണ്. തങ്ങളുടെ ഏറ്റവും മികച്ച ആയുധങ്ങൾക്ക് പോലും തടയാൻ കഴിയാത്ത ഒരു മിസൈൽ ശത്രുവിന്റെ കൈവശമുണ്ടെന്ന യാഥാർത്ഥ്യം അമേരിക്കൻ പെന്റഗണിനെ വലിയ പ്രതിസന്ധിയിലാണ് എത്തിച്ചിരിക്കുന്നത്. ചരിത്രപരമായി നോക്കിയാൽ ഖൈബർ എന്ന പേര് തന്നെ ഇസ്ലാമിക ചരിത്രത്തിൽ ശത്രുക്കളുടെ കോട്ട തകർത്ത യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. അതേ പേര് നൽകി ഇറാൻ നിർമ്മിച്ച ഈ മിസൈൽ അമേരിക്കയുടെ ആധുനിക പ്രതിരോധ കോട്ടകളെ തകർത്തെറിയുന്നു എന്നത് ഒരു വലിയ പ്രതീകാത്മക സന്ദേശം കൂടിയാണ് നൽകുന്നത്. ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള ഈ നീക്കം വെറുമൊരു പ്രാദേശിക ഭീഷണിയല്ല, മറിച്ച് മധ്യപൂർവേഷ്യയിലെ തങ്ങളുടെ സാന്നിധ്യത്തെ തന്നെ ബാധിക്കുന്ന ഒന്നാണെന്ന് അമേരിക്കൻ ഭരണകൂടം തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ നിലവിലെ ഈ ഭീഷണിയെ പ്രതിരോധിക്കാൻ പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് അമേരിക്കൻ സൈനിക ശാസ്ത്രജ്ഞർ. എന്നാൽ മിസൈൽ ഉൽപാദനത്തിൽ വലിയ മുന്നേറ്റം നടത്തിയ ഇറാൻ ഖൈബർ ഷക്കാന്റെ കൂടുതൽ വേഗതയേറിയതും അപകടകാരികളുമായ പുതിയ പതിപ്പുകൾ നിരന്തരം പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ ചെലവിൽ കൂടുതൽ മിസൈലുകൾ നിർമ്മിച്ചു കൂട്ടാനുള്ള ഇറാന്റെ ശേഷി അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സഖ്യകക്ഷിയായ ഇസ്രയേലും ഈ സാഹചര്യത്തിൽ വലിയ ഭീതിയിലാണ്.
തങ്ങളുടെ പ്രശസ്തമായ അയൺ ഡോം ആരോ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും അതിവേഗതയിൽ പാതമാറി വരുന്ന ഖൈബർ ഷക്കാനെ പൂർണ്ണമായും തടയാൻ കഴിയില്ലെന്ന് അവർ ഭയപ്പെടുന്നു. ഇത് ഇസ്രയേലിന്റെ ആഭ്യന്തര സുരക്ഷയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കും വിമാനവാഹിനി കപ്പലുകൾക്കും നേരെ പോലും ഇത്തരം മിസൈലുകൾ പ്രയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് സൈനിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സമുദ്രത്തിലൂടെ നീങ്ങുന്ന അമേരിക്കൻ നാവികസേനയുടെ താവളങ്ങൾക്ക് ഖൈബർ ഷക്കാൻ വലിയ ഭീഷണിയാണ് ഉണ്ടാക്കുന്നത്. ജോർദാനിലെയും ഇറാഖിലെയും താവളങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ അമേരിക്കൻ സൈനികർക്ക് പരിക്കേൽക്കുകയും തന്ത്രപ്രധാനമായ സാമഗ്രികൾ നശിക്കുകയും ചെയ്തതോടെ അമേരിക്ക തങ്ങളുടെ സൈനികരെ കൂടുതൽ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ നിർബന്ധിതരായിരിക്കുകയാണ്. യുദ്ധക്കളത്തിലെ ഈ മാറ്റം മിഡിൽ ഈസ്റ്റിലെ നയതന്ത്ര ചർച്ചകളുടെ സ്വഭാവത്തെയും മാറ്റിമറിച്ചിട്ടുണ്ട്. ഇറാനെ കേവലം ഉപരോധങ്ങൾ കൊണ്ട് തളർത്താമെന്ന അമേരിക്കയുടെ പഴയ തന്ത്രം ഇനി ഫലപ്രദമാകില്ലെന്നും കൃത്യമായ സൈനിക തിരിച്ചടി നൽകാൻ ഇറാൻ സജ്ജമാണെന്നും ഈ ആക്രമണങ്ങൾ തെളിയിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ പണിതുയർത്തിയ അമേരിക്കൻ ആധിപത്യത്തിന് ഇറാന്റെ ഈ പുതിയ മിസൈൽ ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. വരും ദിവസങ്ങളിൽ ഈ യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് പടരുമ്പോൾ ഖൈബർ ഷക്കാൻ വഹിക്കുന്ന പങ്ക് നിർണായകമായിരിക്കും. തുടർച്ചയായ ആക്രമണങ്ങളിലൂടെ അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കാനും തങ്ങളെ ആക്രമിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എത്രത്തോളം വലുതായിരിക്കുമെന്ന് കാണിച്ചു കൊടുക്കാനും ഇറാന് സാധിച്ചിട്ടുണ്ട്. ഖൈബർ ഷക്കാന്റെ ഓരോ പ്രയോഗവും അമേരിക്കൻ ആയുധപ്പുഴകളുടെ വ്യാപ്തിയെയും ശേഷിയെയും വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ അണുശക്തി രാജ്യമായ അമേരിക്കയെ പോലും വിറപ്പിക്കുന്ന തലത്തിലേക്ക് ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യ വളർന്നു കഴിഞ്ഞു. ഖൈബർ ഷക്കാൻ എന്ന ഒറ്റയായുധം മധ്യപൂർവേഷ്യൻ യുദ്ധത്തിന്റെ ഭൂപടം തന്നെ തിരുത്തിയെഴുത്തുകയാണ്. വരും ദിനങ്ങളിൽ അമേരിക്ക ഈ മിസൈൽ ഭീഷണിയെ നേരിടാൻ ഏതുതരം പ്രതിരോധ തന്ത്രങ്ങളാകും പുറത്തെടുക്കുക എന്നതിലേക്ക് ലോകം ഉറ്റുനോക്കുകയാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഖൈബർ ഷക്കാന് മുന്നിൽ അമേരിക്കൻ പടക്കോപ്പുകൾ പതറുന്നു എന്നത് തള്ളിക്കളയാനാകാത്ത സത്യമായി തുടരുകയാണ്.